എന്താ നിങ്ങളൊന്ന് വന്നേ. എന്തേ? എനിക്ക് പോണം, പൈസ വേണം. എവിടേക്ക് പോണ്? ഞാൻ കൊച്ചിക്ക് പോവാ. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ എന്ന് പോണ്ടെന്നുള്ളത്. എനിക്ക് പോയേ പറ്റൂ. പൈസ ആയോ? അങ്ങോട്ട് ഇനി പോണ്ട, ഇനി ആ പഠിപ്പൊക്കെ മതി. അത്യാവശ്യമായില്ലേ? ഇനി ഇവിടെ 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 നിന്ന് പഠിച്ചാൽ മതി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അത് പറഞ്ഞാലേ പറ്റുള്ളൂ. എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? എന്റെ ഫ്രണ്ട്സ് ഒക്കെ അവിടെയാണ്. ഫ്രണ്ട്സ് ഒക്കെ അവിടെ ആയിക്കോട്ടെ, അച്ഛൻ ഇവിടെ അല്ലേ? അതെന്താ ഈ ആലോചിക്കാത്തത്? എനിക്ക് പോരടുത്ത് പോണം. ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റില്ല. വേറെ വർത്താനൊന്നുമില്ലേ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അച്ഛൻ അറിയണല്ലേ ഞാൻ വീക്കെൻഡ് കഴിഞ്ഞാ പോണെന്ന്. അത് എനിക്കറിയാലോ, പക്ഷെ ഇതുവരെയുള്ള എന്റെ പോക്ക് പോലെ അല്ല. പിന്നെന്താ? എന്താന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് വേണോ? എന്താണ് ഇപ്പൊ കാണുന്നത്? ഇന്നലെ എന്താ എന്റെ ബാഗിൽ നിന്ന് കിട്ടിയത്? ഇതൊക്കെ എന്താണ്? എനിക്കൊന്നും മനസ്സിലാവണില്ല. അത് വിചാരിച്ചു അതിനിപ്പോ എന്താ? പൊന്നാരന്റെ മോളെ, എന്താ എന്ത് പറഞ്ഞാലും ഇവിടുന്ന് പോകാൻ പറ്റില്ല, അത്ര തന്നെ ഉള്ളൂ. അച്ഛൻ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം പിടിക്കട്ടെ നിനക്കൊക്കെ. എന്നെ പോലുള്ള ആൾക്കാർ ദേഷ്യം പിടിച്ചതിന്റെ അവസ്ഥ കണ്ടില്ലേ? 4-5 വെട്ടിക്കൊന്നത്. ഇപ്പൊ വേറെ കേൾക്കണു. ഇതൊക്കെ നിങ്ങളെ പോലുള്ള ആൾക്കാർ ദേഷ്യം പിടിച്ചതിന്റെ പേരില്ല അല്ലേ? ദേഷ്യം പിടിപ്പിക്കാറുണ്ടൂടെ? ദേഷ്യം പിടിപ്പിക്കാതിരിക്കാനല്ലേ അച്ഛൻ പറഞ്ഞത് ഇനി എന്റെ കുട്ടിയോട് പോണ്ട. എനിക്ക് പോയേ പറ്റുള്ളൂ. എന്തിനാണ്? പിന്നെ എന്റെ ബാഗിനകത്ത് സാധനമൊക്കെ എവിടെ എവിടെ കളഞ്ഞത്? ഒന്നും കളഞ്ഞിട്ടില്ല, അച്ഛൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ള എനിക്കറിയില്ല. എനിക്ക് തിരിച്ചു കിട്ടണം. അത് അതൊക്കെ തരാം. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഏട്ടൻ വരട്ടെ, അവർ വന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. ആരോടും പറയണില്ല. ഞാനത് അവർ വന്നിട്ട് അതെന്താണ് എങ്ങനെയെന്ന് എനിക്ക് അറിയണ്ടേ. എന്റെ മോളല്ലേ, മോളെ കാര്യങ്ങൾ ഞാൻ അറിയണ്ടേ. ഇപ്പൊ എനിക്ക് പോയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സാധനം തിരിച്ചാ. എനിക്കതില്ലാതെ പറ്റില്ല, അത്ര തന്നെ. എന്താ പറഞ്ഞത്? എനിക്കത് അറിയാഞ്ഞിട്ടല്ല. നിന്റെ ബാഗിൽ നിന്ന് കിട്ടിയ എന്താണെന്ന് എനിക്കറിയാം. പക്ഷെ അത് ഏട്ടനെ കൂടി കാണിച്ചു കൊടുത്തിട്ട് വേണം. അതിനു വേണ്ടിയാണ് ഈ പോണമെന്ന് എനിക്കറിയാം. പക്ഷെ ഇനി അത് പറ്റൂല, സമ്മതിക്കൂല ഞാൻ. പിന്നെ എന്താ ചെയ്യാൻ പോണേ? ഇനി പൂട്ടിയിടാൻ പോവാ? പൂട്ടിയിടണമെന്നില്ല, ആ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ. ആ പ്രായത്തിൽ ഇത് പൂട്ടിയിടാതെ തന്നെ അച്ഛൻ മോളെ വളർത്തിയില്ലേ. അമ്മല്ലാത്ത കുട്ടിയായിട്ട് പോലും ഒരു കുറവും വരുത്താതെ വളർത്തിയില്ലേ. ഇപ്പൊ അച്ഛനെ നേരെ കൈ കൊണ്ട് അച്ഛനെ ധിക്കരിച്ച് പോവാനായി അല്ലേ? പൈസ എടുക്കണ്ട. എന്തിനാ പൈസ കുട്ടിക്ക്? അങ്ങോട്ട് പോകാനല്ലേ? ഇതിനല്ലേ? ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ? ഇനി അച്ഛനെ സമ്മതിക്കൂല. അച്ഛന്റെ കുട്ടി ഇവിടെ നിന്നാ മതി, വേറെ വർത്താനൊന്നും പറയണ്ട, അത്ര തന്നെ. ശരിക്കും ദേഷ്യം വരണ്ടേ? ഇപ്പൊ എന്തിനാ വല്യച്ഛനെ മോനെ വിളിച്ചിങ്ങനെ? എനിക്കാണ് കാണാൻ ഇഷ്ടമല്ല. വരും ഉപദേശിക്കാൻ പോ. ഉപദേശിക്കുക? അവര് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത്? നിന്നെ എങ്ങനെ നോക്കിയത് അവനൊക്കെ? നിന്റെ എല്ലാ കാര്യത്തിലും അവനല്ലേ. അച്ഛന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും അവനല്ലേ നിന്റെ പഠിപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്. നിന്നിട്ടിപ്പോ നിനക്ക് അവനെ പറ്റില്ല അല്ലേ? എന്തെങ്കിലും നീ പൈസ താ, അതല്ലെങ്കിൽ ആ എടുത്ത സാധനം കിട്ടാ. എനിക്കിത് ഒന്നേ ഉള്ളൂ. നിങ്ങൾക്കൊന്നും ഇപ്പൊ അതൊന്നും അറിയാൻ വേണ്ട, ചിന്തിക്കാൻ വേണ്ട. ഇന്നലെ നീ ചെയ്തത് എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ മറന്നിട്ടില്ലേ അത്? അച്ഛന്റെ കഴുത്തിന് പിടിച്ചൂലേ? എന്റെ മോള് കഴുത്തിന് പിടിച്ചു. എനിക്കറിയാം ഇപ്പൊ എന്റെ മോൾക്ക് താരാതെ ഇരിക്കുകയാണെങ്കിൽ എന്റെ കുട്ടി അതിലും വലുതെന്നെ ചെയ്യുന്നുള്ളു. തല്ലേ കൊല്ലേ അച്ഛനോ അമ്മയോ ഏട്ടനോ അനിയത്തിയോ ഒന്നും ഇപ്പൊ നിങ്ങൾക്ക് പ്രശ്നമല്ല. ഇപ്പൊ നിങ്ങളെ ട്രെൻഡ് അല്ലേ? അങ്ങനെയല്ലേ പറയാ? അതാണല്ലോ ഇപ്പൊ ട്രെൻഡ്. എന്തൊക്കെ ചെയ്താലും ഇനി ഞാൻ അച്ഛനെ സമ്മതിക്കൂല. അങ്ങനെ നിനക്ക് പോണമെന്നുണ്ടെങ്കിൽ അച്ഛനെ കൊന്നിട്ട് തന്നെ പോണ്ടി വരും. ചിലപ്പോ അതെന്നെ സംഭവിക്കുന്നത് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം ഉള്ളതുകൊണ്ട് തന്നെ പറയണ്. പക്ഷെ എന്നാലും ഇതൊന്നും കണ്ടോണ്ട് ജീവിക്കാൻ എനിക്ക് വയ്യ. നിങ്ങളൊക്കെ പഠിക്കാൻ വിടുമ്പോ മനസ്സിൽ ഓരോരോ സ്വപ്നങ്ങളുണ്ട്. എത്ര അമ്മമാർക്കാ മക്കളെ നഷ്ടപ്പെട്ടിട്ടില്ല. ബോധമില്ലാതെ അമ്മയെ തല്ലിയിട്ടും അച്ഛനെ തല്ലിയിട്ടും കൂടപ്പറമ്പിനെ കുത്തിയിട്ടും ഇതൊക്കെ നടക്കുക. നിങ്ങളൊക്കെ എന്തൊന്ന് സ്വപ്നങ്ങൾ വെച്ചിട്ടാണ് വളർത്തിണ്ടാക്കണമെന്ന് അറിയോ? അതൊക്കെ ഒന്ന് ചിന്തിക്കാനുള്ള ഒരു പോലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ. എന്നതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാണ് ഇതൊക്കെ വലിച്ചു കയറ്റുന്നത്? നിങ്ങള് എന്തോ സുഖാതി നിങ്ങൾക്ക് കിട്ടണത്? ഇപ്പോ ഒരു ബസ് കയറി നോക്കണം. ഞങ്ങളൊക്കെ കാലത്ത് ഒരു പ്രായമുള്ളവരോ
ആരെങ്കിലും ഒരാൾ വന്ന് നമ്മളെ കുട്ടികളാണ് ഈറ്റ് കൊടുക്കുക, അവർക്ക് പറഞ്ഞു കൊടുക്കണേയും വേണ്ട. ഇപ്പൊ അതല്ലല്ലോ. ബസ്സല്ല, നിങ്ങൾ ബൈക്കിലും അതിലും പോണതിന്റെ അവസ്ഥ തന്നെ എന്താ? ഒരാളെ കണ്ട ഒന്ന് ബഹുമാനിക്കാൻ, നേരെ ഒന്ന് നല്ല രീതിയിൽ സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് ആർക്കും അറിയില്ല. എങ്ങനെ ഇതൊക്കെ കഴിയും? എങ്ങനെ ഇതൊക്കെ മാറാൻ പറ്റുന്നു? അങ്ങനെ മാറാൻ പറ്റുന്ന എന്ത് സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റുന്നത്? കുട്ടിയോടിക്കൊന്നും പറയാനില്ല. ഇന്ന് ഇവിടുന്ന് പോകാൻ പറ്റില്ല പറഞ്ഞാ പോകാൻ പറ്റില്ല, അത്ര തന്നെ പറയാനുള്ളൂ. ശരി, ആരാധന വരട്ടെ, സംസാരിക്കാം. ഇതിലൊരു തീരുമാനമാക്കും വേണമെങ്കിൽ. തീരുമാനം ഉണ്ടാക്കണം, അതന്നെ എനിക്കും വേണ്ടത്. അത് നിന്റെ കാര്യത്തിൽ നിന്നല്ല, ഇവിടുന്ന് എല്ലാ കുട്ടികൾക്കും തീരുമാനം വേണം തന്നെ. അതിന് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുവച്ചാ അച്ഛൻ അത് ചെയ്യും. അത് എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല. ഇനി അങ്ങനെ തന്നെ തീരുമാനം. അത് പോവാൻ നോക്ക്, വേറെ ഒന്നുമില്ല.